ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെർബിനെ കുറിച്ചാണ്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനും ഹാബിനും മാത്രമല്ല, ആ വെർബിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് സാധാ വെർബല്ല, വീണ്ടും റേഗൽ മെസകൽ വെർബൻ, അതുപോലെ തന്നെ ഉൺറേഗൽ മെസകൽ വെർബൻ. അതായത് റെഗുലറും വെർബായിട്ടാണ് വെർബിനെ വീണ്ടും രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നും അതുപോലെ അതിനെ എങ്ങനെ കോഞ്ചുഗേറ്റ് ചെയ്യുമെന്നും അതിൽ വരുന്ന സ്പെഷ്യൽ കേസുകൾ ഏതൊക്കെയാണെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എങ്ങനെ നമുക്ക് റേഗൽ മെസുകൾ വെർബനും അതുപോലെ ഉൺറേഗൽ മെസുകൾ വെർബനും തിരിച്ചറിയാം, സ്പെഷ്യൽ കേസ് വരുമ്പോൾ എങ്ങനെ തിരിച്ചറിയാം, അതിൻ്റെ ടിപ്സും ട്രിക്കൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ വീഡിയോ കാണാൻ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെ നമുക്ക് ഈ റേഗൽ മെസുകൾ വെർബ് നമുക്ക് കോഞ്ചുഗേറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഞാൻ കുറച്ച് വെർബുകൾ തന്നിട്ടുണ്ട്. ലേണൻ, ടു ലേൺ, ഫ്രാഗൻ, ടു ആസ്ക്, സാഗൻ, ടു സേ, വാട്ടൻ, ടു വെയിറ്റ്. 4 വെർബ് ഞാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ കോഞ്ചുഗേഷനുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എല്ലാ കോഞ്ചുഗേഷനും നമ്മൾ സെയിം പേഴ്സണൽ പ്രൊണോമൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇഷ്, ടു, എസ് എസ്, വിയർ, ഹിയർ, സി സി. ഇത് തന്നെയായിരിക്കും എല്ലാ കോഞ്ചുഗേഷനിലും വരുന്നത്. അതൊരിക്കലും മാറുന്നില്ല. അത് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും. ഓരോ പേഴ്സണിനനുസരിച്ച് എങ്ങനെ കോഞ്ചുഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മാറുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ വെർബായ ലേണൻ നമുക്ക് നോക്കാം. ലേണൻ വരുമ്പം ഇഷ് ലേണേ, ടു ലേൺസ്റ്റ്, എസ് എസ് ലേൺഡ്, വിയർ ലേണൻ, ഇയർ ലേൺഡ്, സി സി ലേണൻ. നമ്മുടെ സാധാ വെർബ് കോഞ്ചുഗേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഇഷ് വരുമ്പോൾ അവസാനം ഇ ആവുന്നു, ദു വരുമ്പം എസ് ടി ആവുന്നു, എർസീസ് വരുമ്പം ടി ആവുന്നു, വിയർ വരുമ്പം ഇ എൻ ആഡ് ചെയ്ത് ഫുൾ വെർബ് ആവുന്നു, ഇയർ വരുമ്പം എൻ ആവും, വീണ്ടും എൻ വരെ എഴുതിയിട്ട് ടി ആഡ് ചെയ്യുന്നു, സി സി വരുമ്പം ഫുൾ വെർബ് ആവുന്നു, ഇ എൻ ആഡ് ആവുന്നു. അപ്പം സെയിം ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കിയാൽ തന്നെ അറിയാം. കണ്ടോ, അവസാനം ഇ, എസ് ടി, ടി, ഇ എൻ, ടി, ഇ എൻ, ആ ഒരു ഫോം തന്നെ സെയിം. ഒരു നോർമൽ വെർബ് എങ്ങനെ കോഞ്ചുഗേറ്റ് ചെയ്യും ആ രീതിയിലാണ് ഈ വെർബ് ഇവിടെ കോഞ്ചുഗേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ സാധാരണ രീതി കോഞ്ചുഗേറ്റ് ചെയ്തിരിക്കും. അതിൻ്റെ സ്പെഷ്യൽ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് വെർബ് സ്റ്റാൻഡ് എൻഡ് ഇൻ എസ്, സാഫസ്, ഇസഡ്. ഇത് മൂന്നെണ്ണത്തിലും വെർബ് സ്റ്റാമ്പിൽ ഈ അക്ഷരം മൂന്നെണ്ണത്തിലാണ് വെർബ് സ്റ്റാമ്പ് എൻഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അവിടെ കോഞ്ചുഗേഷൻ മാറ്റം വരുത്തും. അതായത് വെർബ് സ്റ്റാമ്പിൽ നമുക്ക് മാറ്റം വരും. ഓക്കെ, അതാണ് വരുന്നത്. മനസ്സിലാക്കുക. വെർബ് സ്റ്റാമ്പിൽ അവസാനം സാഫസോ എസ്സോ ഇസഡോ വരുവാണെങ്കിൽ നമ്മൾ അവിടെ ആ കോഞ്ചുഗേഷൻ, അതായത് ദു ഫോമിലെ കോഞ്ചുഗേഷൻ മാത്രം നമ്മൾ മാറ്റം വരുത്തും. അതായത് ദൂവിലെ കോഞ്ചുഗേഷൻ എഫ് ടി ആണ്. ആ എസ് ടിനെ നമ്മൾ ടി എന്ന ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. ഒന്നുകൂടെ പറയാം. എസ്, സാഫസ്, ഇസഡ് എന്നുള്ള അക്ഷരങ്ങൾ വെർബ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ എന്നാ, ഒരു വെർബിലെ ഫസ്റ്റ് ഒരു ലാസ്റ്റ് അക്ഷരങ്ങൾ രണ്ടെണ്ണം മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരം വരെ ഉള്ളതിനാണ് നമ്മൾ വെർബ് സ്റ്റാം എന്ന് പറയുന്നത്. ആ വെർബ് സ്റ്റാം വരെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യും, ടി ആഡ് ചെയ്യും. ദു ഫോമിൽ മാത്രമേ ആ ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഫോമിലും നമ്മൾ സാധാ കോഞ്ചുഗേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫോമിലാണ് നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അങ്ങനെ വെർബ് സ്റ്റാം വന്നിട്ട് ഈ കോഞ്ചുഗേഷൻ ഡു ഫോമിൽ ചേഞ്ച് ചെയ്യുന്ന വെർബിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. റൈസൻ, ടാൻസൻ, ഹൈസൻ, അൺക്രോയ്സൻ. അൺക്രോയ്സൻ ടു മാർക്ക് എന്നാണ് അൺക്രോയ്സൻ എന്ന് പറഞ്ഞാൽ. ഹൈസൻ എന്ന് പറഞ്ഞാൽ ടു കോൾ, ടാൻസൻ ടു ഡാൻസ്, റൈസൻ ടു ട്രാവൽ. ഓക്കെ, ഇതൊക്കെയാണ് വെർബ് ഞാൻ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫസ്റ്റ് എങ്ങനെ ഒരു നോർമൽ വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പം എല്ലാവരും ചെയ്യുന്ന തെറ്റാണ്. ജസ്റ്റ് ചുമ്മാ മനസ്സിലാക്കിയിട്ട് നമ്മൾ റെഗുലർ വെർബും ഇറഗുലർ വെർബും പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ കേസും അതുപോലെ തന്നെ എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ പെട്ടെന്ന് ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പം സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ എങ്ങനെ വെർബിനെ കോഞ്ചുഗേറ്റ് ചെയ്യും എന്നുള്ള ഒരു ഡൗട്ടിൽ നമ്മൾ വരും. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ
മെയിനായിട്ട് എന്താണ് എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പഠിച്ചു പോവുക. ഓക്കെ ഓക്കെ ഇനി നമുക്കിതിന്റെ സ്പെഷ്യൽ കേസ് 2 നോക്കാം. സ്പെഷ്യൽ കേസ് 2 വരുന്നത് വെർബ് സ്റ്റാം എൻഡ് ചെയ്യുന്നത് ഡീലോ ടീലോ ആണെങ്കിൽ ഡു ഫോമിലെ എസ് ടി അത് ഇ എസ് ടി എന്നാവും. എർസിയസിലെ ടി എന്നുള്ളത് ഇ ടി എന്നുള്ള കോൺജുഗേഷനിലേക്ക് ആകും. ഒന്നുകൂടെ പറയാം, നമ്മുടെ വെർബ് സ്റ്റാം എൻഡ് ചെയ്യുന്നത് ഡീലോ ടീലോ ആണെങ്കിൽ ഡു ഫോമിലും എർസിയസ് ഫോമിലും ഈ കോൺജുഗേഷൻ നമുക്ക് ചേഞ്ച് ആവും. ഡു ഫോമിൽ എസ് ടി എന്നുള്ള കോൺജുഗേഷൻ ഇ എസ് ടി എന്നാകും. എർസിയസിലെ ടി എന്ന കോൺജുഗേഷൻ ഇ ടി എന്നാകും. ഓക്കെ, zum Beispiel arbeiten, warten, reden, antworten. Warten to wait, reden to talk, antworten to answer. ഓക്കെ, ആർബൈറ്റിന്റെ കോൺജുഗേഷൻ എങ്ങനെ വരും നോക്കാം. ആർബൈറ്റൻ ടു വർക്ക്. ഇഫ് ആർബൈറ്റെ ഡു ആർബൈറ്റസ്റ്റ് കണ്ടോ, അതായത് ടിയിൽ അവസാനിച്ചത് കൊണ്ട് ഡു ഫോമിൽ ഇ എസ് ടി എന്നുള്ള ഫോമിലേക്കായി. ഓക്കെ, അതുപോലെ തന്നെ എസ് ആർബൈറ്റെറ്റ് എന്നായി, അതായത് ഇ ടി ആഡായി. ഓക്കെ, ബിയർ ആർബൈറ്റൻ, ഇയർ ആർബൈറ്റെറ്റ്, സി സി ആർബൈറ്റൻ. ഓക്കെ, ഈ രീതിയിലാണ് കോൺജുഗേഷൻ വരുന്നത്. ഡൂവില് എസ് ടി എന്നുള്ളത് മാറിയിട്ട് ഇ എസ് ടി ആകും. എഫ് സി എസ് ടി എന്നുള്ളത് ഇ ടി ആയി മാറും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല, വളരെ എളുപ്പമാണ്. സാധാ കോൺജുഗേഷൻ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓരോ കോൺജുഗേഷനിലും എന്താണ് ഓരോ വെർബിന്റെയും വെർബ് സ്റ്റാം നോക്കുക. എസിലും സാഫസിലും ഇസഡിലും അവസാനിക്കുന്നതാണെങ്കിൽ അവിടെ നമ്മൾ ഡൂവില് മാത്രം കോൺജുഗേഷൻ എസ് ടിക്ക് പകരം ടി എന്നാക്കി കൊടുക്കും. വെർബ് സ്റ്റാം എൻഡ് ചെയ്യുന്ന ഡിയിലോ ടിയിലോ ആണെങ്കിൽ ഡൂവിലും എർസിയസിലുമാണ് മാറ്റം വരുന്നത്. ഡൂവില് എസ് ടി മാറ്റിയിട്ട് ഇ എസ് ടി ആക്കും. എർസിയസിൽ ടി മാറ്റിയിട്ട് ഇ ടി എന്നാക്കും. ഓക്കെ, അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും